മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. When a mass of 15 gram is attached at the end of a meter scale, it is found to remain horizontal when suspended at a distance of 44 centimeter from the same end. What is the mass of the scale? അതായത് ഒരു 1 മീറ്റർ ലോങ് സ്കെയിൽ ഉണ്ടായിരുന്നു. ആ 1 മീറ്റർ ലോങ് സ്കെയിൽ ഉണ്ട്. ആ 1 മീറ്റർ ലോങ് സ്കെയിലിൻ്റെ അറ്റത്ത് ഒരു 15 ഗ്രാം തൂക്കിയിട്ടുണ്ട്. 15 ഗ്രാമുള്ള ഒരു വെയിറ്റ്. ദർ ഇസ് സംതിങ് 15 ഗ്രാം സസ്പെൻഡഡ് വൺ എൻഡ്, ഒരു എൻഡിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് റോഡ് ഈസ് ഗെറ്റിംഗ് ബാലൻസ്ഡ്. ഇത് നമ്മൾ ഈ റോഡും ഈ മീറ്റർ സ്കെയിലും ഈ അറ്റാച്ച് ചെയ്ത മാസും അടക്കമുള്ള ഈ സിസ്റ്റത്തിന് നമ്മളൊരു നൂല് വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട് സീലിങ്ങിൽ. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ മീറ്റർ സ്കെയിൽ ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് ബാലൻസ് ചെയ്യാവുന്നതാണ് അല്ലേ. സോ ആ ബാലൻസിങ് പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അറ്റ് 44 സെൻറ്റിമീറ്റർ, 44 സെൻറ്റിമീറ്റർ ഫ്രം ദ എൻഡ് വി ഹാവ് അറ്റാച്ച്ഡ് ദ 15 ഗ്രാം മെറ്റീരിയൽ. 15 ഗ്രാം എവിടെയാണ് തൂക്കിയിട്ടത് ആ എൻഡിൽ നിന്ന് 44 സെൻറ്റിമീറ്റർ ദൂരെയാണ് ഈ കെട്ടിട്ടുണ്ടാകുന്നത്. ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മീറ്റർ സ്കെയിൽ, സാധാരണ ഇതിലൊരു മീറ്റർ സ്കെയിൽ എടുത്താൽ യു വിൽ ഹാവ് ഗ്രാജുവേഷൻസ്, നമ്പറൊക്കെ മാർക്ക് ചെയ്യണം. മീറ്റർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ലോങ് സ്കെയിലാണ് മീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത്. ഇങ്ങനൊരു സ്കെയിലിന് നമുക്ക് ബാലൻസ് ചെയ്ത് കെട്ടിത്തൂക്കുണ്ടെങ്കിൽ വി ഹാവ് ടു ടൈ സംതിങ് എക്സാക്ട്ലി അറ്റ് ദ സെൻറ്റർ. സെൻറ്ററിൽ ഒരു നൂല് വെച്ചിട്ട് അറ്റാച്ച് ചെയ്താൽ മാത്രമേ, സോ സെൻറ്റർ ലെറ്റസ് കോൾ ഇറ്റ് എസ് ജി. സോ ഇത് അപ്പുറം 0.5 മീറ്റർ ആയിരിക്കണം. ദിസ് സൈഡ് ഇറ്റ് ഷുഡ് ബി 0.5 മീറ്റർ. ഇങ്ങനെയുള്ള കണ്ടീഷൻ മാത്രമാണ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ്? when we tie it, when we look at the scale, we can find that the center of gravity of the scale is exactly at the middle. So ഈ സ്കെയിലിൻ്റെ മാസ് m ആണെങ്കിൽ then m into g, weight of the scale is acting exactly at its center of gravity. അതിനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നൂല് എക്സാക്ട്ലി അറ്റ് സെയിം പോയിന്റിൽ കെട്ടിയിട്ട് തൂക്കാം. സോ ദർ വിൽ ബി ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. സോ ദിസ് ടെൻഷൻ വിൽ ബി ബാലൻസിങ് ദ മാസ്. ഇങ്ങനെയാണ് നമുക്കിവിടെ ബാലൻസ് കണ്ടീഷൻ വരുന്നത്. സോ വി ഹാവ് ടു ഫോഴ്സസ് ആക്ടിങ് അറ്റ് ദ സെയിം പോയിന്റ് ആൻഡ് ദേ ആർ ഇൻ ഇക്വിലിബ്രിയം ആൻഡ് ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഇവിടെ റൊട്ടേഷൻ്റെ പ്രശ്നം വരുന്നില്ല. സോ ഇഫ് യു വാണ്ട് ടു കൺസിഡർ റൊട്ടേഷൻ, നൗ ഈ കെട്ട് ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ദെൻ സ്കെയിൽ ഏത് ഭാഗത്താണോ നീളം കൂടുതൽ ആ ഭാഗം വീണവും. ബിക്കോസ് ദാറ്റ് റീജിയൻ ഈസ് ഹെവിയർ ആൻഡ് ദാറ്റ് going to introduce a moment of force, ഒരു അപ്ലൈ ഒന്ന് തുടങ്ങും. സോ ഇവിടെ നമ്മൾ ചെയ്തത് നമ്മളുടെ സ്കെയിലിൻ്റെ അറ്റത്ത് വി ഹാവ് സ്കെയിൽ എ ബി. സ്കെയിലിൻ്റെ ഒരറ്റമായ ബിയിൽ 15 ഗ്രാം കെട്ടിത്തൂക്കി. സോ ദെൻറ്റ് എന്നിട്ട് നമ്മൾ ഈ ഒരു സ്കെയിലിന് എടുക്കാം. സെൻറ്ററിൽ ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് ബാലൻസിങ് ദ ബീം. നൗ വി പുട്ട് 15 ഗ്രാം ഹിയർ. ഇവിടെ 15 ഗ്രാം ഇടുമ്പോൾ ഇതിൻ്റെ മുകളിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ബിക്കോസ് ഓഫ് ദാറ്റ് ഫോഴ്സ് ഇറ്റ് വിൽ റൊട്ടേറ്റ്. ഈ സിസ്റ്റം അൺസ്റ്റേബിൾ ആവും അല്ല എന്ന് വെച്ചാൽ ദെൻ ഇറ്റ്സ് ഗോയിങ് ടു റൊട്ടേറ്റ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ജി going to rotate in the clockwise direction. So in the end you will find that it's becoming like this അല്ല. നമ്മൾ സ്കെയിൽ അടക്കം എടുത്തു കഴിഞ്ഞാൽ so the scale with the mass becomes something like this. ഇതാണ് നമ്മുടെ അവസ്ഥ ഉണ്ടാകാൻ പോയത്. നമ്മളെന്ത് ചെയ്തു? നമ്മുടെ ആക്ച്വൽ കേസിൽ ക്വസ്റ്റ്യൻ പ്രകാരം ഈ കെട്ടിടുന്നത് കുറച്ച് നീക്കിയിട്ട് ടുവേർഡ്സ് 15 ഗ്രാം കുറച്ച് കെട്ടി. ഇപ്പുറത്ത് കൂടുതൽ വെയിറ്റ് വരുന്നുണ്ട്. സോ ദാറ്റ്സ് ബാലൻസിങ് ദിസ് വെയിറ്റ് അല്ലേ. അത് ഇങ്ങനൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വി ഹാവ് ടു കൺസിഡർ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ആസ് വെൽ ആസ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. സോ ലെറ്റ് us look at this problem in detail. So what we have is a meter scale. Meter scale, let us name it as AB എന്ന് മാർക്ക് ചെയ്യാം. And at end P we are suspending a weight that is 15
ജി ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. 15 ഗ്രാമാണ്. സോ ഐ എം റൈറ്റിംഗ് ഇസ് certain amount of weight m into g. ഇത് താഴത്തോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അത്രയും വെയിറ്റ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. വാട്ട് വുഡ് ദ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മാസ് ഓഫ് ദ സ്കെയിലാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത് മീറ്റർ സ്കെയിൽ വി ആർ ഹാവിങ് ബാലൻസ് കണ്ടീഷൻ when it is tied at this point, say at point C, which is 44 centimeter from NB. ഇവിടെ ഇങ്ങനെ കിട്ടിയപ്പോഴാണ് ഇത് ബാലൻസ് ആയത്. ബട്ട് വി നോ ദാറ്റ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നത് സ്കെയിലിൽ മൊത്തം മാസ് എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ പോയിൻ്റ് പറയുന്നത് ദാറ്റ് ഈസ് എക്സാക്ട്ലി ദ സെൻറ്റർ ഓഫ് ദ സ്കെയിൽ. സോ ലെറ്റ് ദാറ്റ് പോയിന്റ് ബി ജി. ഈ പോയിൻ്റിലാണ് if m is the if capital M is the mass of the meter scale, then m into g, that weight is acting at point center of gravity G. Now we have one more force, which is the tension in the string, which is acting in the upward direction at point C. മനസ്സിലൂടെ പെട്ടിട്ടത് ആ പോയിന്റിലാണ് നമ്മൾ നൂല് കെട്ടിയിട്ടുള്ളത്. the tension in the string is T. So ഈ ടെൻഷനാണ്. if you look at the system, then you can see that this entire section, there is weight acting downward, അല്ല താഴത്തോട്ടേക്ക് ഭൂമിയിലോട്ടേക്ക് weight act ചെയ്യുന്നുണ്ട്. that is the force acting on the system in the downward direction. What are the forces acting in the upward direction? That is T. That is the tension in the string, which is balancing both mass of the scale and the mass attached to it. So what we do? So we have to start by stating let m be the mass of the scale എന്ന് എഴുതാം. that is m be the mass of the scale. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ സ്കെയിൽ എ ബി ആണ് നമ്മുടെ സ്കെയിൽ. സോ weight of the scale acts at the center of gravity G. So that is equal to W is equal to capital M into G, and we have AG is equal to GB equal to 0.5 meter. 0.5 meter എന്നതല്ല, ഇത്ര നമുക്കറിയാം. ഇതെന്താ നമ്മൾ പറയുന്നത്? weight of the mass acting at end B is equal to 15 times G. So ഇത്ര നമുക്ക് കിട്ടി. So this is the total downward force is equal to m into g plus 15g. ഇതാണ് ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ്. ഈ രണ്ട് ഫോഴ്സസും കൂട്ടിയിട്ടുള്ളത്. ടോട്ടൽ upward force is the tension T in the string attached at C. So here BC is given as 44 centimeter, അല്ലെങ്കിൽ 0.44 meter ആണെന്ന് തന്നിട്ടുണ്ട്. So for translation
translation equilibrium എന്താ വേണ്ടത്? we have is total upward force will be equal to total downward force ആണ്. So T should be equal to m into G plus 15 into G. And total translation equilibrium condition. For rotational equilibrium നമ്മൾ ചെയ്യണം. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്താ പറയുന്നത്? ടോട്ടൽ clockwise moments about a point should be equal to all the anti-clockwise moments. ഇവിടെ നമുക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാം? How do we find out clockwise moments and anti-clockwise moments? So we can choose any point. നമുക്ക് ഏതൊരു പോയിന്റും കൺസിഡർ ചെയ്യാം. So let us, this problem for simplicity, let us consider rotation about the point C. Rotation about point C consider ചെയ്യാം. Let us consider rotation. Say let us consider rotation about C, rotation about A. Consider rotation about a point A. Point consider it. Let us consider what is the rotation moment about the end A. So clockwise moments of force. എന്തൊക്കെയാണ് ഇവിടെ clockwise moments ആക്ട് ചെയ്യുന്നത് നോക്കാം. So clockwise moment with respect to a mg is having a rotation tendency in the clockwise direction. What about 15g? That is also having a clockwise rotation tendency. These two are clockwise. What about tension T? Tension T is in the anti-clockwise with respect to it. So that is anti-clockwise rotation. So clockwise moments of forces നമുക്ക് algebraic sum എടുക്കണം. എന്തൊക്കെയാണ് ഉള്ളത്? What we have? So we should have mg into ag. So we should write mg into ag, that is plus out of the other one, that is 15g into times 15g times total length ab. ഇവിടെയാണല്ലോ A to B, distance A to B is 1 meter. അത് നമുക്കറിയാം. So that we are going to substitute. ഇത്ര നമുക്കറിയാം. What about anti-clockwise? Clock moments. That should be equal to anti-clockwise ആകുന്നുള്ളൂ. That is tension T ഉണ്ടാക്കുന്ന rotational tendency with respect to A. So that is going to be T into AC. അതാണ് perpendicular distance. So for rotational equilibrium എന്താ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്? Clockwise moments into anti-clockwise moment. ഇവിടെ നമുക്ക് കിട്ടും m into g into ag is 15g into ab is equal to t into ac എന്ന് കിട്ടുമല്ല. So that's what we are going to using. ഇനി നമുക്ക് എന്ത് ചെയ്യാം? So now from this point we can substitute. Say t, നമുക്കറിയാം t എന്താണ്? t is nothing but t is equal to mg plus 15g. നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. So we can simply substitute here. ഇനി അതുപോലെ നമുക്ക് ബാക്കിയുള്ള ഡിസ്റ്റൻസ് അറിയാൻ നോക്കാം. So the question is, what is ag? So let us substitute mg to ag.
AG എത്ര നോക്കാം. AG is middle of the road അല്ല. So that is going to be 0.5 plus 15g into AB എത്ര. AB എന്ന് പറഞ്ഞാൽ റോഡല്ല, that is 1 meter. Tension T, that is mg plus 15g times AC. AC എന്താ? AC is this distance. അത് നമുക്ക് തന്നിട്ടുണ്ടോ? നേരിട്ട് തന്നിട്ടില്ല, പക്ഷേ we know BC. BCനെ നമുക്ക് എന്ത് എഴുതാം? AC can be written as AB minus BC എന്ന് എഴുതാം അല്ലേ. AB minus BC is AC. So what we get is, ഇവിടെ നമുക്ക് തിരിച്ച് എഴുതാം. പ്ലസ് 15g equal to m plus 15g into AB. 1 minus 0.44, 0.44. g നമുക്ക് ഇതെന്നുള്ള ക്യാൻസൽ ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡിലും നമുക്ക് ജിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ കോമൺ ഫാക്ടർ. 0.5 m plus 15 is equal to m plus 15 into 0.56 എന്നിട്ടു. അല്ലേ? 0.5 m plus 15 into 56 m plus 15 into 56. So ഇതിനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരാം. So what we get, 15 minus 15 into 156 is equal to 0.56 m minus 0.5 m. 0.06 m എന്ന് വരും. With this side we should get 15 into 4 എന്ന് കിട്ടും. is equal to 15 into 0.44 over 0.06. So how much is this? So let's find out this value. So 0.03, 0.22, so 0.01 is like 5. That's equal to 5 into 22 0.01. So that's going to be 110 grams. So mass of the scale has to be 110 grams for this balance condition.